പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയർ എവർ യു ഗോ എന്ന് പറഞ്ഞ
അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഞാനത് ഒരു ആധ്യാത്മിക വിരുദ്ധാർത്ഥത്തിൽ പറയുകയല്ല. ഈ വേർഡ് മെൽട്ടിങ്, വചന ഉരുക്കം, അതായത് എന്നൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ. അതായത് മുട്ട ചൂട് കൊണ്ട് വിരിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഐസ് താപം ഏൽക്കുമ്പോൾ ഉരുകുന്നു. അതുപോലെ വചനം, ദൈവസ്നേഹം ഏൽക്കുമ്പോൾ വചനം ഉരുകും. നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ഉരുകാൻ തുടങ്ങും. ഉരുകി അലിഞ്ഞ് നമ്മുടെ നാവിലത് മധുരമായി പകരും. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് മത്തായിയുടെ സുവിശേഷം 6:32 വായിച്ചേ. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പൊ നമ്മുടെ ആവശ്യമാണെന്നുള്ള സ്വർഗീയ പിതാവ് അക്രെഡിറ്റ് ചെയ്തു. ഇത് നിസ്സാര കാര്യമല്ല. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അതാത് കാലത്തിൻ്റെ മാനവികതയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം. അതാണ് ഇത് എല്ലാം എന്ന് പറഞ്ഞ വായിക്കുകയാണ്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഈ വിഷയം അക്രെഡിറ്റ് ചെയ്തു, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ആവശ്യങ്ങളെ. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി അത് നമ്മുടെ അവകാശമായി മാറും. പിതാവ് അംഗീകരിച്ചതല്ല നമ്മുടെ അവകാശം. അതിൻ്റെ സൂചന, അതായത് ഈ മക്കൾ എങ്കിൽ അവകാശികളാണ് എന്ന് പറയുന്നത് സെന്റ് പോളൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഇപ്പൊ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ പിതാവെന്നവിടെ ഈശോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മക്കളായി. മക്കൾ ആണെങ്കിൽ അവകാശികളാണെന്നുള്ളതും ആദിമസഭയുടെ ബോധമാണ്. പൊതുബോധം എന്നൊക്കെ പറയില്ലേ, ആദിമസഭയുടെ പൊതുബോധം. എന്താണ്? അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവകാശങ്ങളാണ്. ഇനി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന സംഭവമുണ്ട്. എന്താണ്? കടമകൾ. അപ്പം അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവകാശം പ്രാപിക്കാൻ വേണ്ടി സ്വാഭാവിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? കടമകളാണ്. കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? 1 കൊറിന്ത്യർ 9:16 എടുത്തേ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പൊ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കടമ എന്ന് പറയുന്നത് സുവിശേഷം ജീവിക്കുക,
സുവിശേഷം കൈമാറുക എന്നുള്ളതാണ്. ഈ വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളെ ഒരു വ്യക്തി ദൈവാനുഗ്രഹം ഈസിയാക്കാനുള്ള, ലളിതമാക്കാനുള്ള ഏറ്റവും ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. എന്താണ് അത്? അതായത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. അതായത് എന്റെ വിഷയം വെച്ചാല് ഈ കടമ നമ്മൾ സ്നേഹത്തോടെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതായത് സുവിശേഷ വിഹിതമായി ജീവിക്കുക, അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും തുല്യമാണ്. സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് തുല്യമാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷയം ഒന്ന് കറക്റ്റ് ചെയ്താൽ മറ്റുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാകും. ഓരോ ദിവസവും ഈ ഡെയിലി ബ്രെഡ് കൂടുന്നവരെ, അതുകൊണ്ട് മെച്ചമുണ്ടാക്കി നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി മാറണം. നിർഭാഗ്യവശാൽ ഇത്രയും സുവിശേഷ വേലകളെല്ലാം നടന്നതിന് ശേഷവും സുവിശേഷം ബോധപൂർവം കൈമാറുന്ന വളരെ 2% കത്തോലിക്കരെ നമ്മൾ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. ഇതാണ് സഭയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. നിങ്ങളെ കൂടുതൽ സുവിശേഷകരുണ്ടാകാനും സുവിശേഷം ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാകാനും അങ്ങനെ ദൈവത്തിരുസന്നിധിയെ അനുഗ്രഹങ്ങൾക്കും അവകാശങ്ങൾ യോഗ്യമാകാനും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ അവകാശങ്ങളാണ്. അവകാശം പ്രാപിക്കാൻ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി സുവിശേഷ വേല ചെയ്യാനും സുവിശേഷം ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 33ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് സിജി എന്ന ഒരു അമ്മയുടെ വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ്. എൻ്റെ പേര് സിജി, ഞാൻ കോട്ടിക്കൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യം ഞാൻ ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയ്ക്ക് എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം കൃപാസനത്തിൽ നടന്നിട്ടുള്ള മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. രണ്ടാമതായിട്ട് ദൈവപിതാവ് ഒരു ക്രൈസിസ് ടൈമിൽ 2 വചനത്തിലൂടെ ഈ മകളെ വഴി നടത്തുന്നുണ്ട്. മൂന്നാമതായിട്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്ന സന്ദേശം കൊടുക്കുക മാത്രമല്ല, ഈ ദുരന്ത മുഖത്ത് നിന്ന് ഉടമ്പടി വഴി ഈ മകളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാക്ഷ്യം കൂടിയാണ് ഈ ഒരു വലിയ ജീവിതാനുഭവം. അപ്പൊ നമുക്ക് ആദ്യം സാക്ഷ്യം എന്താണെന്ന് ഒന്ന് ശ്രവിക്കാം. എനിക്ക് സ്വപ്നത്തിൽ കൂടെ കിട്ടിയ ഒരു സൗഖ്യം പറയാനാണ് ഞാൻ പറഞ്ഞത്. ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ അമ്മയ്ക്ക് വലിയൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. ഇതാണ് സാക്ഷ്യം ഇങ്ങനെ ആരംഭിക്കുന്നത്. ഈ ഒരു സ്വപ്ന വിവരണത്തോട് കൂടിയിട്ടാണ്. 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നത്തിൽ കൂടെ ഒരു കാണുകയാണ്. ഒരു വലിയ ആശുപത്രിയുടെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുകയാണ്. അവിടെ
മൂന്നാമതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അകത്തിരുന്ന ആ സിസ്റ്റർ എന്നോട് രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക, ഇയാൾക്ക് ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗം ഉണ്ടായിരുന്നു, പക്ഷേ നിസ്സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ മുമ്പേ പറയാതിരുന്നത്, ഇങ്ങനെ നിനക്കൊരു അസുഖം ഉണ്ടായിരുന്നെന്ന് പറയാതിരുന്നത്, നിനക്കത് താങ്ങാനുള്ള ശക്തിയില്ല. അമ്മയുടെ സാക്ഷ്യ വിവരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. കാരണം ഒരു നിഷ്കളങ്കയായ ഒരു അമ്മയാണ്. കാരണം ദൈവത്തെ നിങ്ങൾ ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ വായിക്കുന്നത് പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ഇങ്ങനെ ദൈവത്തെ മുഖാഭിമുഖം കാണാനുള്ള ഒരു നിഷ്കളങ്കതയും ഹൃദയശുദ്ധിയും അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ പറയുന്നത് ഇപ്രകാരമാണ്, കൗണ്ടറിലിരിക്കുന്ന സിസ്റ്റർ, ഇത് നിനക്ക് മുൻകൂട്ടി പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കൂടെ ഒരു വാക്കും കൂടി ഈ സിസ്റ്റർ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോടെ എന്നോട് പറയാ, ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന തന്നെ കൂടുതലായിരുന്നല്ലോ, ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ, ഇത് വേറെ ലെവലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ ഒരു സ്വപ്ന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. അതിനു മുമ്പ് എന്താണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം ചെയ്തു പോകുന്നത് എന്നുകൂടി അറിയുന്നത് നല്ലതാണ്. വളരെ കാർക്കശ്യത്തോടു കൂടി, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ദൈവസ്നേഹത്തോടു കൂടിയിട്ടാണ് മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഈ അമ്മ പാലിച്ചു പോരുന്നത്. അതുകൂടാതെ തന്നെ മത്തായി 5:47 തിരുവചനം അനുസരിച്ചുകൊണ്ട് വിശേഷവിധിയായി ഒരു കാര്യം ഈ അമ്മ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നില്ല, 2021 കാലഘട്ടം എന്ന് പറഞ്ഞ ഒരു കൊറോണ കാലഘട്ടമാണ്. ഈ കൊറോണ കാലഘട്ടത്തിൻ്റെ അനുബന്ധിച്ചാണ് ഈ അമ്മ കൃപാസനത്തുമായി ബന്ധപ്പെട്ട മരിയൻ ഉടമ്പടിയും അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചു പോരുന്നത് എന്നതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആയപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ചിന്തയുണ്ടായി. പ്രത്യേകമായിട്ട് വലിയ വലിയ ആഗോള നിയോഗങ്ങളൊന്നും ഈ അമ്മയുടെ ഈ ഉപവാസത്തിനില്ല. പക്ഷെ വളരെ നിഷ്കളങ്കതയോടുകൂടിയുള്ള ആ അമ്മയുടെ ഉപവാസം ദൈവം സ്വർഗം കണക്കിലെടുക്കുകയായിരുന്നു. ഈ അമ്മ ചെയ്തത് ഇപ്രകാരമാണ്. കാരണം ഞാൻ ആ ഓഗസ്റ്റ് 1 തൊട്ട് 15 വരെ നല്ല ഉപവാസത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ല. അത് തന്നെയല്ല, ഒരു അരയ്ക്കാൻ പോലും ഒരു മിക്സിക്കകത്ത് ഇടാതെ അരകല്ലെ അരച്ചു. 15 ദിവസമല്ലേ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ത്യാഗം എടുത്തു. അതുപോലെ ഒരു നേരം മാത്രം ഇച്ചിരി കഞ്ഞി കുടിച്ച് ബാക്കി മുഴുവൻ നേരവും പ്രാർത്ഥന തന്നെ. ഈ ഒരു ഉപവാസത്തിൻ്റെ അവസാനമാണ് ദൈവപിതാവിൻ്റെ വലിയൊരു സന്ദേശം, സ്വപ്ന സന്ദേശം ഈ മകൾക്ക് ലഭിക്കുന്നത്. അതായത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇതേപോലൊരു സ്വപ്നത്തിലൂടെ ഒരു സിസ്റ്റർ വന്ന് പറയുകയാണ്, നിന്റെ ഈ അസുഖം, നിനക്ക് ബ്രെയിൻ ക്യാൻസർ ആയിരുന്നു, പക്ഷേ നീ സുഖപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വെളുപ്പിനാണ് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകുന്നത്. രാവിലെ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ദേവാലയത്തിലേക്ക് പോയി ഒരു 11 മണി മുതൽ എൻ്റെ മൂക്കിൽ നിന്ന് കട്ടയായ ഒരു ദ്രാവകം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതായത് സ്വപ്ന സന്ദേശത്തെ സ്ഥിരീകരിക്കുന്ന ശരീരത്തിലെ അടയാളങ്ങൾ ഈ മകൾക്ക് ലഭിച്ചു. ഇങ്ങനെ തല പെരുക്കുന്ന വേദനയുണ്ട്, കാല് കോച്ചി പിടിക്കുന്ന വേദനയുണ്ട്. ഇതെല്ലാം ഈ ബ്രെയിൻ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസാണ്. ഇതെല്ലാം ഈ അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഈ 11 മണി മുതൽ 3 മണി വരെ തുടർച്ചയായിട്ട് ഈ അമ്മ പറയുന്നുണ്ട്, 3 ടവലിനെ മാറി മാറി ഉപയോഗിച്ചിട്ടും ഈ മൂക്കിൽ നിന്ന് ഈ ദ്രാവകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങി ഒരു സ്മൂത്തായിട്ടുള്ള ഒരു നൈറ്റി എടുത്ത് ഈ ഒരു ദ്രാവകം ഒപ്പാന്ന് വിചാരിക്കുന്നു. അപ്പോഴൊക്കെ ഈ അമ്മ പറയുന്നുണ്ട്, ഞാനെപ്പോഴും ആ സ്വപ്നം അങ്ങനെ ഓർക്കുന്നില്ല. പിന്നീട് ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തൽ കൊടുക്കും ഈ ഒരു സ്വപ്നത്തെ പറ്റി. ഈ അമ്മ പറയുന്നുണ്ട്, എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞായിരുന്നു, നിനക്ക് ബ്രെയിൻ ക്യാൻസറാണ്, പക്ഷെ നീ സുഖപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മകൻ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നത് പോലെ അമ്മ പറയുന്നുണ്ട്. കാരണം അമ്മ എപ്പോഴും പറയാറുണ്ട് ഈശോയും മാതാവിനെയൊക്കെ കണ്ടുവെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ സ്വാഭാവികമായിട്ടും അത്രയേറെ വിശ്വാസത്തിന് വളർന്നില്ലെങ്കിൽ അവർക്കൊരു സംശയം ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ അമ്മ ഈ കാര്യം പറയുന്നത്. പിറ്റേ ദിവസം വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ്. കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ 11 മണി മുതൽ 3 മണി വരെ ഇങ്ങനെ ശക്തമായിട്ടുള്ള ഈ നൊമ്പരങ്ങളുടെ, ശാരീരിക നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ ഈശോയോട് പറയുന്നുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് കൂടെ പണിയാണോ അതായിരുന്നു, ഞാൻ എന്തേലും പ്രാർത്ഥിച്ചതായിരുന്നു, ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുമൊന്നുമില്ല, ഈ പ്രാർത്ഥിച്ചാൽ എനിക്ക് പേര് നിൽക്കാൻ പോലും പറ്റുമല്ലോ, ഇത് എന്നാ വലിയ രോഗമാണ് തന്നെ, ഞാൻ മടുത്തല്ലോ, ഇത് എന്നതായിരുന്നു ഈ തലയ്ക്കകത്ത് ഇത്ര ഇരുന്ന് പൊട്ടിപ്പോകാൻ, ഇതിന് മാത്രം സാധനം എന്നാ ഇരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ പരാതി പറഞ്ഞ് ഈശോയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്, ഞാൻ ഈശോയും മാതാവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് കൂട്ടാണോ കാണിച്ചു തരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചേ. കാരണം ഈ മകൾക്ക്, മരിയൻ ഉടമ്പടി എടുത്ത ഈ മകൾക്ക് ദൈവവുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. പിറ്റേ ദിവസം പറയുകയാണ്, അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നെ ഒരു മാറ്റം എന്ന് ഒന്നും കാണുന്നില്ല. പക്ഷേ എന്നോട് ചോദിക്കുകയാണ്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ പറയാനില്ല, അതുപോലെ ഒരു ശാന്തമായിട്ട് എന്നോട്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, തലയ്ക്കകത്ത് എന്നാ ഇത്ര കിടന്നേ, എന്നാ ഇത്ര പൊട്ടിപ്പോകാൻ എന്നൊക്കെ ചോദിച്ചല്ലോ, ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാനൊരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു. കാരണം അന്നേരം എനിക്ക് ക്ലിക്കാകുന്നത്, കാരണം എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അത് പിറ്റേ ദിവസം വന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു, കാര്യവും പറഞ്ഞ് തന്നേച്ചിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മകള് ഞെട്ടുകയാണ്. കാരണം ശരിയാണ്, ഇന്നലെ ഞാൻ അനുഭവിച്ചു കൂട്ടിയ ഒരു ശാരീരിക അവശതകളും എനിക്കില്ല. ഒപ്പം തന്നെ ഈശോ ഒരു റിമൈൻഡർ കൊടുക്കും, നീ നിന്റെ കാലൊന്ന് നോക്കിക്കേ, ആ കോച്ചി പിടിക്കുന്ന ഒരവസ്ഥ അതുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോൾ ഈ മകള് നോക്കുമ്പോൾ ആ ഒരു അവസ്ഥയും ഇല്ല. കാരണം സമ്പൂർണ്ണ സൗഖ്യമാണ് ഈ മരിയൻ ഉടമ്പടിയിലെ ദുരന്ത മെസ്സേജ് കൊടുത്തിട്ട് ഈ അമ്മയ്ക്ക് ദൈവപിതാവ് സ്വർഗം അനുവദിച്ചു നൽകുന്നു. വലിയൊരു സാക്ഷ്യമാണിത്. കാരണം ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കേണ്ട ഈ ദുരന്ത മുഖത്തെ മാതാവ് പുഷ്പം പോലെയാണ് അത് കൈകാര്യം ചെയ്ത് ഈ അമ്മയുടെ ഒരൊറ്റ മരിയൻ ഉടമ്പടിയും ഉപവാസവും വഴി ഈ ഒരു സാക്ഷ്യത്തിലേക്ക് ഈ അമ്മയെ ആനയിക്കുന്നത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് പോയി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നവംബർ 21 എൻ്റെ കോൺസക്രേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ എന്നോട് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നവംബർ 2025 എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൈവിക ഇടപെടലായിരിക്കും. കാരണം എൻ്റെ ലൈഫിനെ മുൻനിർത്തി ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സന്യാസ സമൂഹം ഇവിടെ ഇല്ലാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ജനത്തിന്, ഏറെ പ്രത്യേകമായിട്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇത്രയും നാൾ ഇവിടെ നിലനിന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. കാരണം ദൈവപിതാവ് എന്നെ അഷ്വർ ചെയ്തിരുന്നു എപ്പോഴും, 2025 ജോമോള് നോട്ട് ചെയ്തോ, അതൊരു പ്രത്യേക വർഷമായിരിക്കും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ അമ്മയുടെ സാക്ഷ്യത്തെ മുൻനിർത്തി ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം തന്നിരുന്നു. അതായത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ഈ അമ്മ നീണ്ട 15 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് 15-ാം ദിവസം, അതായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ ദിവസം, ഇങ്ങനെ ഒരു സ്വർഗത്തിൻ്റെ സന്ദേശം ഈ അമ്മയ്ക്ക് ലഭിക്കുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒക്ടോബർ മാസം മുഴുവനും ഇതേപോലെ ഉപവസിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ളൊരു പ്രത്യേക സന്ദേശം എനിക്ക് ലഭിച്ചിരുന്നു. ഇങ്ങനെ ഉള്ള ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൂർദ് സന്ദർശനവും നടത്തിയത്. ലൂർദ് സന്ദർശനം മാത്രമല്ല, അവിടെ മരിയൻ ഉടമ്പടി ധ്യാനവും ഒക്കെ നടത്തി, ഒപ്പം തന്നെ റോമിലും നടത്തി തിരിച്ചു വരുന്നത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇതേപോലെ റോമിലെ ധ്യാനവും കഴിഞ്ഞ് തിരിച്ചു വന്ന ദിവസം, അതായത് ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആധ്യാത്മിക അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് ഇപ്രകാരമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ പറയുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ അലൗകിക സുഗന്ധം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ഈ കൈകളിൽ എനിക്ക് ബോധ്യപ്പെട്ടു, അനുഭവപ്പെട്ടു. ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഈ വലിയൊരു അലൗകിക സുഗന്ധം ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ മുറി കയറിയപ്പോൾ അച്ഛൻ ഇത് നോട്ട് ചെയ്തു, വല്ലാത്ത സുഗന്ധം വരുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛനും ഇതേപോലെ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ സ്മെല്ല് ചെയ്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാനും ഇതേപോലെ ലൂർദിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത സുഗന്ധം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം എൻ്റെ ഉപവാസം നീണ്ടു നിന്നിരുന്നു. അപ്പോൾ ദൈവപിതാവ് എനിക്കൊരു സന്ദേശം നൽകി, പരിശുദ്ധ അമ്മ ദൈവമാതാവ് നിൻ്റെ കൂടെയുണ്ട്,
നിൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഞാനിത് കൂട്ടി പറയാൻ കാരണം, എൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇത് കൂട്ടി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ദിവസങ്ങളിലാണ് അഭിമന്യ പിതാവ് എൻ്റെ കത്ത് ന്യൂൺഷേച്ചറിലോട്ട് വിടുന്നതും നവംബർ 7 എനിക്ക് ഔദ്യോഗികമായിട്ട് അപ്പോസ്തോലിക് ന്യൂൺഷേച്ചറിൽ നിന്ന്, അതായത് ഡൽഹിയിൽ നിന്ന് എൻ്റെ ഈ ഒരു സമർപ്പണ സംബന്ധമായിട്ട് നവംബർ 7 എനിക്കതിൻ്റെ കത്ത് ലഭിക്കുന്നത്. അഭിമന്യ ആലപ്പുഴ രൂപതീശനെ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ ദൈവമാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു വലിയൊരു സാക്ഷ്യത്തിനായി. ഇങ്ങനെ ഉപവാസത്തിൻ്റെ അനേകം ദൈവാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ, അതായത് എൻ്റെ അമ്മ ഒരിക്കലും ഭക്ഷണം കഴിച്ചിരുന്നില്ല. അപ്പം ഞാൻ ഒരിക്കൽ എൻ്റെ അമ്മയോട് ഈ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അമ്മ എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, എനിക്ക് 2 ചേച്ചിമാരാണ്, അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മ ഒന്നും കഴിക്കാറില്ല. ഞങ്ങൾ തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴാണ് അമ്മ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കഴിക്കാത്തത്? അപ്പം അമ്മ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് നടക്കുമ്പോൾ, അതും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഒക്കെ ഒരുപാട് അപകട സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾ ഓടിക്കളിച്ച് നിങ്ങളുടെ മുട്ട് പൊട്ടുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഭയപ്പെട്ടിട്ടാണ്, ഈശോയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉപവാസം നടത്തുന്നതെന്ന്. എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ആ നീണ്ട വർഷങ്ങൾ, അത് എൻ്റെ 10ാം ക്ലാസ് തീരുന്നത് വരെ അമ്മ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിലായിരുന്നു. ഈ അമ്മയും ഇത് പറയുന്നുണ്ട്. എൻ്റെ 2 മക്കൾക്ക് 2021 കാലഘട്ടങ്ങളിലാണ് ഈ അമ്മ 15 ദിവസം ഉപവസിക്കുന്നത്. അപ്പം അമ്മ പറയുന്ന പ്രകാരമാണ്, എൻ്റെ മക്കൾക്ക് കൊറോണ ബാധിക്കുമോ, ഭവനത്തിൽ നിന്ന് അകന്നായിരിക്കുന്ന, അമ്മ പറയുന്നുണ്ട്, ബാംഗ്ലൂരും കോതമംഗലത്തും ആയിരിക്കുന്ന മക്കൾക്ക് കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉപവാസം നടത്തിയത്. പക്ഷേ ദൈവപിതാവിന് വലിയൊരു ദുരന്തം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന ദൈവപിതാവ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ വലിയ ദൈവിക അടയാളങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു സമർപ്പിതയായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് എൻ്റെ അമ്മ, അത് ഞാൻ നിങ്ങളോട് പറയാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ഭവനങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ഒരു ട്രെയിനിങ് ആണ് എൻ്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, മഠത്തിൽ ചേർന്ന് സമർപ്പിത ജീവിതത്തിൻ്റെ മുഴുവൻ ട്രെയിനിങ്ങും പൂർത്തിയാക്കിയ ഒരാളാണ് എൻ്റെ അമ്മ. ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ അമ്മ ബിഷപ്പിൻ്റെ പ്രത്യേക കൺസെൻറ്റോട് കൂടിയിട്ടാണ് CSST സഭയിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ അംഗമായി ചേരാൻ പോകുന്നത്. ചേരുക മാത്രമല്ല, സന്യാസത്തിൻ്റെ മുഴുവൻ പരിശീലനം പൂർത്തിയാക്കി. പക്ഷേ സന്യാസത്തിൻ്റെ പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷം വെസ്റ്റീഷൻ്റെ തൊട്ട് മുമ്പാണ് അമ്മയ്ക്ക് അസുഖം വരുന്നത്. അങ്ങനെ മഠത്തിൽ നിന്ന് തിരിച്ചു പോരേണ്ട വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം മുഴുവൻ പ്രയോജനം കിട്ടിയത് ഒരു അർത്ഥത്തിൽ പറഞ്ഞ എനിക്ക് തന്നെയായിരുന്നു. കാരണം ദൈവപിതാവ് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു മാതാവിനെ ഏൽപ്പിക്കാൻ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സന്യാസ പരിശീലനം ആവശ്യമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എൻ്റെ ഭവനത്തിൽ ജപമാല പ്രാർത്ഥനയോടൊപ്പം എല്ലാ ദിവസവും സകല വിശുദ്ധരുടെ ലുത്തിനി അടക്കമുള്ള പ്രാർത്ഥന, വൈദികരോടുള്ള പ്രാർത്ഥന അടക്കം ചെല്ലുന്ന ഒരു കുടുംബമാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ, എന്നെ കേൾക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ മക്കളൊക്കെ ദൈവവിളിക്കായി ഇറങ്ങിത്തിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപയുള്ള മാതാപിതാക്കൾ, പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ ഭവനത്തിൽ വേണം. ഉപവാസത്തോടു കൂടിയിട്ടുള്ള, കണ്ണുനീരോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ മക്കളെ വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തും. തീർച്ചയായിട്ടും എൻ്റെ ഒരു ദൈവവിളിക്ക് പിന്നിലും ഈ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് വചനങ്ങൾ ഓടി വന്നു. ഈ അമ്മ തന്നെ 2 വചനങ്ങൾ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ദാനിയേൽ 6:23 ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റില്ല. ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ ഒരു ഉപദ്രവവും ഏൽക്കാതെ ദാനിയേൽ രക്ഷപ്പെട്ടുവെന്ന ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരുവചന ഭാഗമാണിത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല.
പലരും നമ്മുടെയൊക്കെ ജീവിതത്തെ നോക്കി ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ ദൈവപിതാവിന് നമ്മളെക്കുറിച്ച് നീണ്ട പദ്ധതികളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ഇതേപോലെ 2017 അവസാനമാണ് എനിക്ക് ആർത്രൈറ്റിസ് അസുഖം വരുന്നത്. ഈ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനാണ് പറയുന്നത്, അതായത് കലപ്പയിൽ കൈവെക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ദൈവപിതാവ് എനിക്ക് ആ സഹനം തന്നത്. കാരണം തീർച്ചയായിട്ടും ഇവിടെ ഒരു കോൺഗ്രിഗേഷൻ അറ്റ് പ്രസൻറ്റ് നിലവിലില്ലാത്തത് കൊണ്ട് ഇപ്പോഴാണെങ്കിൽ തീർച്ചയായിട്ടും അഭിമന്യ പിതാവിൻ്റെ പൂർണ്ണ സമ്മതം ഈ ഒരു സന്യാസ സമൂഹം നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഔദ്യോഗികമായ കത്തുമുണ്ട്. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, 2012 കൃപാസനത്തിൽ വന്നുപോയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് വല്ലാത്ത എതിർപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ എതിർപ്പുകൾ കൂടിയ സമയത്താണ് ദൈവപിതാവ് എന്നെ സ്വന്തമാക്കിയെന്ന് എൻ്റെ ഭവനത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു വലിയ ശരീരത്തിലെ സഹനം അനുവദിച്ച് നൽകിയത് എന്നായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞത്. അതെനിക്ക് വലിയൊരു വെളിപാടായിരുന്നു. കാരണം ഞാൻ പോലും ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് ഈ അമ്മയ്ക്ക് കിട്ടുന്ന വചനം എന്ന് പറയുന്നത്, അവൻ തന്നെ നിന്റെ വഴിയൊരുക്കും. അതെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കളങ്കമില്ലാതെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മുടെ വഴിയൊരുക്കുന്നത്. എൻ്റെ വഴിയും ദൈവപിതാവ് തന്നെയാണ് ഒരുക്കിയിട്ടത്. എനിക്കിതിൽ ഉറപ്പുള്ള വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് പല എതിർപ്പുകളുണ്ടായിട്ടും ഞാൻ ഇതിൽ തന്നെ നിലനിന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പ് അതാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ ഒരു പോറൽ പോലും നമുക്ക് ഏൽക്കില്ല, അവിടുന്ന് തന്നെ നിന്റെ വഴിയൊരുക്കി. ഈ 2 വചനങ്ങളാണ് ഈ അമ്മയ്ക്ക് കിട്ടുന്നത്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. അതിൽ ഒരു വചനം ഇപ്രകാരമാണ്, ആമോസ് 3:7. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ്. ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകർക്ക് വെളിപ്പെടുത്താതെ മുൻകൂട്ടി അവരെ താൻ ചെയ്യുന്നത് അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ദാസർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈശോ അത് ചെയ്യുകയുള്ളൂ. അത് അവരോടുള്ള ഒരു വ്യക്തി ബന്ധമാണ്, ഉടമ്പടി ബന്ധമാണ്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്ന വചനം 111 സങ്കീർത്തനം 5-ാം തിരുവചനമാണ്. അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, തൻ്റെ ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നു. അതെ, നീയുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയെ ദൈവപിതാവ് എപ്പോഴും അനുസ്മരിക്കുന്നുണ്ട്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നത്. അബ്രഹത്തോടും തൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത അവിടുത്തെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷകൻ എൻ്റെ ഉദരത്തിൽ ജനിക്കുവാൻ തിരുമനസ്സായിരിക്കുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കൃപകൾ നമുക്ക് അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അത് ഉടമ്പടി വഴിയായി ദൈവപിതാവ് നോട്ട് ബൈ മെറിറ്റിൽ നമ്മളെ ഉയർത്തുന്നതാണ്. അവിടെ നമ്മളെ ഉയർത്തപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു മനോഭാവമാണ് വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടത്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് വചനം അത് എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് വീണ്ടും വീണ്ടും അവിടുന്ന് നമ്മളെ കൃപയിൽ വളർത്തുന്നത്, ഉയർത്തുന്നത്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവപിതാവേ, നിത്യമായ ഈ മരിയൻ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്താൻ വേണ്ടി നീ തിരഞ്ഞെടുത്തതിന്, ഈ ആലയത്തിലേക്ക് വിളിച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ, അധികമായി പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ, ഞങ്ങളെ തന്നെ പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ ഹിതം മാത്രം ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് തക്ക സമയത്ത് ക്രിസ്തു സാക്ഷികളായി ഞങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവയും യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സോന ഷൈജി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ഏനാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക്, എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തിനൊക്കെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്.
നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് എന്തെടുക്കണം, എങ്ങനെ പുറത്തു പോകണം, എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണം എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും OET എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചു. അതിനു മുന്നേ എൻ്റെ വീട്ടിൽ ഉടമ്പടി വെച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ കുടുംബത്തിന് നൽകുകയുണ്ടായി. അപ്പോൾ ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു, അമ്മയെ എനിക്ക് എന്താ എടുക്കേണ്ടതെന്നുള്ളതൊന്നും അറിയത്തില്ല, അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങിയാലും മനസ്സിലേക്ക് വരുന്നത് ജർമ്മൻ എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും വേറൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അങ്ങനെ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നഴ്സിംഗ് പഠിത്തം അതുപോലെ തന്നെ +2 വരെ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് മാത്രമാണ്, എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും എനിക്ക് കിട്ടും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. അതുപോലെ തന്നെ ഡേറ്റ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും, ഇനി ഉടമ്പടി ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ 2 മൊഡ്യൂൾ പാസ്സായി. എനിക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നി 2 മൊഡ്യൂൾ ഞാൻ ഫെയിലായി, റൈറ്റിങ്ങും സ്പീക്കിങ്ങും. പിന്നീടുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹനമായിരുന്നു. സഹനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ B1 പഠിച്ചുകൊണ്ടാണ് B2ൻ്റെ എക്സാം എഴുതുന്നത്. അപ്പോഴും 2 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞപ്പോഴും ഇനിയും 2 മൊഡ്യൂൾ കിട്ടുമല്ലോ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എൻ്റെ മനസ്സിലും വന്നു. കാരണം B1 പഠിച്ചുകൊണ്ട് B2 2 എക്സാം എഴുതാമെങ്കിൽ ഇനി അതുകൂടെ ഉടമ്പടിയും കൂടെ ചേർത്ത് നിർത്തിയാൽ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പിന്നീടുള്ളതെല്ലാം ഭയങ്കര സഹനങ്ങളായിരുന്നു. അതായത് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി, എൻ്റെ എക്സാം പാസ്സായില്ല. പക്ഷെ ഞാൻ ഓരോ തവണയും തോറ്റു പോകുമ്പോഴും ഞാൻ ഒരിക്കലും പിന്മാറിയില്ല. കാരണം ഞാൻ വന്ന് പ്രാർത്ഥിച്ചത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുന്നിലാണ്. ഈ അമ്മ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ചൊരു ദൃഢമായ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ റൈറ്റിങ്ങിന് വേണ്ടി എക്സാമിന് ഡേറ്റ് എടുത്തു. അവിടെ പോയി ഞാൻ എക്സാം എഴുതി. വീണ്ടും ഒരു ഡേറ്റ് ഗോവയിൽ പോയി എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു. അപ്പോഴും അമ്മോട് പറഞ്ഞു, അമ്മേ ഞാനിപ്പോൾ 2 സ്ഥലത്ത് ഡേറ്റ് എടുത്തു, ഇല്ലാത്ത പൈസയും മുടക്കി ഞാൻ ഈ പോയി ഡേറ്റ് എടുത്ത് പരീക്ഷ എഴുതുന്നത്, ഇതിലെങ്കിലും എന്നെ അമ്മ പാസ്സാക്കി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ പോയി എഴുതി, റിസൾട്ട് വന്നു. ഗോവയുടെ റിസൾട്ട് വന്നില്ല, അതിന് മുന്നേ ബാംഗ്ലൂരിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് കിട്ടിയ മാർക്ക് 100ൽ 19 മാർക്ക്. ചങ്ക് തകർന്നു പോയി. എന്നാലും മാതാവേ, ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി, വീണ്ടും ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചിട്ടും എന്തേ അമ്മ എനിക്ക് തരാത്തെ, ഇത്രയും പൈസ കളഞ്ഞിട്ടും എന്ന് ഞാൻ വീണ്ടും. എന്നാലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇല്ല, ഞാൻ എത്രയൊക്കെ തകർന്നു പോയാലും ഞാൻ വന്നത് കൃപാസന അമ്മയുടെ ആൾത്താരുടെ മുന്നിലാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റുമെന്നൊരു ദൃഢമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ സെയിം ടോപ്പിക്ക്, അതായത് റൈറ്റിംഗ്, എനിക്ക് ബാംഗ്ലൂർ ഏത് ടോപ്പിക്കാണോ വന്നേ, ഞാൻ 19 മാർക്കിന് തോറ്റുപോയ അതേ ടോപ്പിക്ക് തന്നെ എനിക്ക് ഗോവയിലെ എക്സാമിന് വന്നു. ആ സെയിം ടോപ്പിക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് എക്സാം എഴുതുന്നത്. ഞാൻ കാശുരും കൈ പിടിച്ചിട്ടുണ്ട്. അവിടെ ഫുൾ ചെക്കിംഗ് ആണ്, ഒരു കമ്മൽ പോലും ഇടിപ്പിക്കാത്ത രീതിയിലാണ് അവർ ഉള്ളിലേക്ക് കയറ്റിയത്. ഞാൻ ഉപ്പെടുത്ത് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലിട്ടു. ഞാൻ ആ ഉപ്പ് അവിടെ വെതറി കരഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയത്. പക്ഷേ ഞാൻ റിസൾട്ട് വന്ന സമയമായി. ഞാൻ അപ്പോൾ ഒരു ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ റിസൾട്ട് തന്നെ. അപ്പോൾ അന്ന് എൻ്റെ ഒക്ടോബർ 21 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ എല്ലാവർക്കും അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കും, ഞാൻ എത്ര തവണയായി ഞാനിപ്പോൾ ഇത് എഴുതാൻ തുടങ്ങിയിട്ട്, എനിക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നെയെന്ന് അമ്മോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ 19 എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഞാൻ ബാംഗ്ലൂരിലെ ഏത് ടോപ്പിക്കിലാണോ ആ സെയിം ടോപ്പിക്ക് തന്നെ ഇവിടെ വന്ന്, അതിലേതിലാണോ 19 മാർക്കിൽ തോറ്റുപോയി എനിക്ക് 79 മാർക്ക് തന്നെ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്പീക്കിംഗ് കിടക്കുവാണ്. സ്പീക്കിങ്ങിന് ഇനി എങ്ങനെ എഴുതും? ഞാൻ അമ്മയോട് പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ കഴിവുകളെല്ലാം തോറ്റു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മ എന്തേലും എനിക്കൊരു വഴി കാണിച്ചു തന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് ഡേറ്റ് വീണ്ടും എടുത്തു. സ്പീക്കിംഗ് എഴുതി, ഞാൻ വീണ്ടും തോറ്റു. എന്നാലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയില്ല. പക്ഷെ എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ജർമ്മൻ പാസ്സാകോ ഇല്ലയോ, അതൊന്നും അല്ല എൻ്റെ ഒരു മെയിൻ വിഷയം. ഞാൻ എത്രമാത്രം ഉടമ്പടിയിൽ എന്നെ അമ്മ കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച ദൃഢമായ വിശ്വാസമാണ് എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ കാര്യമുണ്ടായിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കും, നീ ഇത്ര ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തേ നിനക്ക് കിട്ടാത്തതെന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ മനസ്സിലൊരു ദൃഢമായൊരു ബോധ്യമുണ്ട്,
മാതാവ് എന്നെ ഇവിടെ എത്തിച്ചാണെങ്കിൽ അമ്മയ്ക്കറിയാം ഈ ജർമ്മൻ പാസ്സാവുക എന്നുള്ളത് ജർമ്മനി പോകാനാണല്ലോ, അമ്മ അത് എത്തിച്ചിരിക്കും. അതിൽ എൻ്റെ യോഗ്യത കൊണ്ടല്ല, അമ്മയ്ക്കൊരു തീരുമാനമുണ്ട്, അമ്മ വഴി ഈശോ എന്നെ അവിടെ എത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഞാൻ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ ഞാനൊരു കരഞ്ഞുകൊണ്ട് ലൈറ്റ് അയക്കാനും പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മൊഡ്യൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ B1 വെച്ചിട്ട് പ്രോസസ്സിങ് ചെയ്യുന്നൊരു ഏജൻസി അറിയാം, അവരുടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അവരെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ 3 പേരും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ഞങ്ങൾക്ക് പ്രോസസ്സിങ്ങിന് കരളും ചെയ്യാൻ എല്ലാം ബില്ലിംഗ് ആണ്. അതിനു മുന്നേ ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ട് നമുക്ക് അവിടെ ജർമ്മനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ബെഷൈഡ് കിട്ടണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ ബെഷൈഡ് കിട്ടി. പക്ഷെ അതിലെ കരളെല്ലാം തെറ്റായിരുന്നു, അവർ കറക്റ്റായിട്ടെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരത് നമുക്ക് ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ആ രജിസ്ട്രേഷൻ മാറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് ഒന്നും നിൽക്കുന്നൊരു കാര്യമല്ല. നമ്മൾ കാശ് കൊടുത്താലോ നമുക്ക് അവിടെ പോയി ചെയ്താലോ ഒന്നും നിൽക്കുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞങ്ങളുടെ 3 പേരുടെ രജിസ്ട്രേഷൻ അവിടെ ബ്ലോക്കായി കിടക്കുക, അമ്മ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടണം. സഞ്ചാരി മാതാവ് ജർമ്മനി പോയി, എൻ്റെ കൂടെ അമ്മ ജർമ്മനി വന്നമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ തന്നെ തിരുത്തി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും, അതായത് അവർ പറഞ്ഞത് 2026 ജനുവരി 4-ാം തീയതിയാണ് ഞങ്ങൾക്ക് പുതിയൊരു രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്തതിന് 4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പുതിയ ബെഷൈഡ് SN സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് പുതിയൊരു രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടി. അതിന് അമ്മയുടെ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ സുഹൃത്താണ് അശ്വതി ഉടമ്പടി എടുത്താണ്, അക്രൈസ്തവയായ സഹോദരിയാണ്. പക്ഷേ ഇവൾ ഉടമ്പടി എടുത്ത ശേഷം 3 മൊഡ്യൂൾ ഇവക്കും ചെറുവിന് കിട്ടി. പക്ഷെ 4ാമത്തെ മൊഡ്യൂളായപ്പോൾ കുറച്ചൊരു ഉടമ്പടിയിൽ നിന്നൊരു അകലിച്ച പോണക്ക് തോന്നി. അപ്പോൾ ഇവക്ക് 4ാമത്തെ മൊഡ്യൂൾ ലേസൺ എഴുതാൻ വേണ്ടി ഇവക്ക് ഡേറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ അവളവിടെ എക്സാമിന് ചെന്നപ്പോൾ ഇവക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവർ പറയണത് നിങ്ങളുടെ സൈറ്റ്, അതായത് നിങ്ങൾ ബ്ലോക്കായി പോയേക്കുമെന്നാണ് അവർ പറയണേ. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു, സോന എനിക്കിങ്ങനെ പറ്റുന്നില്ല, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, നീ ഉടമ്പടിയിൽ എന്നാണോ ഉഴപ്പ് കാണിച്ചേ അതാണ്, നിനക്ക് എത്ര നമുക്ക് കിട്ടുകയോ ഇല്ലയോ എന്നൊന്നുമല്ല, മാതാവിൽ നമ്മൾ അടിയുറച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അശ്വതി എൻ്റെ കൂടെ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടി മോളിൽ കയറിയിരുന്നപ്പോൾ ഗോയിത്രയെന്ന് വിളിക്കുവാണ്, അശ്വതിക്ക് ബ്ലോക്ക് മാറി, വീണ്ടും വന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാന്നുള്ളത്. അത് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ ഒന്നാമത് എനിക്കറിയാം എനിക്ക് യാതൊരു മെറിറ്റ്, കാരണം ഞാൻ സ്പീക്കിംഗ് പാസ്സാവാത്ത ഒരാളാണ്. കാരണം നമുക്ക് എത്ര സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിലും ലീഗലി നോക്കുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ തവണ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഔഷ്പ്രാഹ അത്ര ഓക്കെ ആയിട്ടില്ല, കുറച്ചുകൂടെ ഫ്ലുവൻസി വേണം എന്നൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് ഇതുവരെ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ രൂപ എടുത്ത്, അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിന് ചുറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മേശയിൽ മാതാവിൻ്റെ രൂപ എടുത്ത് വെച്ചു. ഇൻ്റർവ്യൂവിന് കൈ മാതാവിൻ്റെ ദേഹത്ത് വെച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റത്തെ തന്നെ എൻ്റെ ആയിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ ജർമ്മകാരൻ എനിക്ക് ഫോണിൽ മെസ്സേജ് അയച്ച്, സർ ഗുഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. കാരണം എനിക്കറിയാം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ ആ പറയുന്ന മനുഷ്യൻ എന്തിനു പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കും, എന്ത് പറയും യാ ബിറ്റെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. പക്ഷേ അതെങ്ങനെയാണ് പാസ്സാക്കി തന്നേന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതെനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്നൊരു അനുഗ്രഹം മാത്രമാണ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിസ സബ്മിഷൻ എല്ലാം പെട്ടെന്നായിരുന്നു. സമയത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ ലൈറ്റ് വെയ്റ്റഡ് എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. വീണ്ടും തടസ്സം, ഒന്നിനു മേലെ തടസ്സങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ജോയിനിങ് ഡേറ്റ് നവംബർ 1 നവംബർ 1 ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ വിസ വരുന്നത് ഭയങ്കര താമസം. വീണ്ടും ഞാൻ ലൈറ്റ് അയക്കാനും പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് എടുത്ത ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ മുന്തിരിത്തോപ്പുകൾ ഞാൻ വീണ്ടും തളർപ്പിക്കും, നിന്റെ കോട്ടകൾ ഞാൻ പുതുക്കി പണിയും, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സംരക്ഷിക്കും, നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളത്. ആ വചനം ഒത്തിരി ശക്തിപ്പെടുത്തി. കാരണം നമ്മൾ ഈ VFSലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പറയും നമുക്ക് റെസ്പോണ്ട് ചെയ്യില്ലെന്ന്. ഞാൻ മാതാവിനോട് എല്ലാ വെള്ളിയാഴ്ചകൾക്ക് മുന്നിൽ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരും. എല്ലാ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ കുർബാനയ്ക്ക് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് പറയും, മാതാവേ സഞ്ചാരി അമ്മ എവിടെയുണ്ടല്ലോ, അമ്മ അവിടെ വന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. അങ്ങനെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകൾക്ക് മുന്നിലും അമ്മ എനിക്ക് ഉത്തരം നൽകും. അപ്പോൾ ഞാൻ ഈ വചനം 14-15 ഞാൻ ഈ അമ്മോട് പറഞ്ഞു, 14-15 എന്തെങ്കിലും എനിക്കൊരു അടയാളം കാണിച്ചതെന്ന്. ഈ 14-ാം തീയതി ഞാൻ ഇവർക്ക് VFSലേക്ക് മെയിൽ ചെയ്യുന്നു.
15-ാം തീയതി അവൻ എനിക്കൊരു റിപ്ലൈ മെയിൽ തരുന്നു, നിങ്ങളുടെ അണ്ടർ പ്രോസസ്സിംഗ് ആണെന്ന് പറയുന്നു. വീണ്ടും നമ്മോട് പറഞ്ഞു, അമ്മേ അടുത്ത ആഴ്ച സമയം കൂടെ ഉണ്ട്, അടുത്ത വെള്ളിയാഴ്ച കൂടെ ഞാൻ അമ്മയ്ക്കൊരു സമയം തരും, അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ അതിൻ്റെ ഇടയിൽ ഇടപെടണേ തോന്നും. അങ്ങനെ ഞങ്ങളുടെ അമ്മോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വിസ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല, ഏജൻസിയോട് പോലും ഞങ്ങൾക്കൊരു ടിക്കറ്റ് എടുക്കുന്ന കാര്യം പറയില്ല, അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ ഈ പാസ്പോർട്ട് കാണിച്ചിട്ടേ ഞങ്ങൾ ആരോടും പറയുള്ളൂ എന്ന് പറഞ്ഞു. ആരോടും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇന്നലെ വിസ വന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും 7-ാമത്തെ പേജിൽ ഞങ്ങൾക്ക് ജർമ്മനിക്ക് പോകാനുള്ള വിസ അടിച്ചിട്ടുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. ഇനിയും അതായത് പിന്നെ വേറൊരു ഇതെന്ന് പറയണത്, അമ്മ ഞങ്ങളുടെ കൂടെ, അതായത് എന്നെ ഉടമ്പടി എടുത്തതും എല്ലാ കാര്യങ്ങളും ചെയ്തതും പരിശുദ്ധ അമ്മയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തെളിവായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് മാതാവിൻ്റെ പേരിന് തുടക്കമുള്ള മരിയൻ ഫ്രീഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അതൊക്കെ പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ ഉടമ്പടി എടുത്തത് വഴി ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുമായിരുന്നു, അമ്മേ എനിക്ക് ഒത്തിരി ഒന്നും കൊടുക്കാനൊന്നുമില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം എല്ലാ മാസവും ഒരു വീതം അർഹതപ്പെട്ടവർക്കുടെ കയ്യിലേക്ക് മരുന്ന് മേടിക്കാനായിട്ട് എന്തിനെങ്കിലും ആയിക്കോട്ടെ അത് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം പൊതുമേഖലയിൽ കൊടുക്കണം. മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ സെക്യൂരിറ്റിമാർ പുറത്താക്കിയിട്ടുണ്ട്, നാണം കെട്ടിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയെന്നാലും ഞാൻ ധൈര്യപൂർവ്വം കൊടുക്കും. കാരണം എനിക്ക് ഇതിലും വലിയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ടവളല്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയ്ക്കും അതിനു വേണ്ടി പത്രപ്രവർത്തനം നന്നായി ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയതയിൽ വന്ന് എനിക്കൊരു മാറ്റം എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന ചെറുപ്പം മുതൽ അമ്മ ഞങ്ങളെ പള്ളിയിൽ വിടുന്നുണ്ട്. എനിക്ക് അതൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കൊന്ത ചെല്ലണത് സന്ധ്യാപ്രാർത്ഥനയിൽ കുരിശ് വരയ്ക്കുമ്പോൾ മാത്രം ഞാൻ കൊന്ത ചെല്ലാറുള്ളൂ. പക്ഷെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് കൊന്ത ചെല്ലാനുള്ള വലിയൊരു അനുഗ്രഹം കിട്ടി. കാരണം ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴും എന്തോരം നേരം യാത്രയുണ്ടെങ്കിലും ഞാൻ വല്ല സിനിമയുടെയോ സീരിയലിൻ്റെയോ പാട്ടോ ആലോചിച്ചുകൊണ്ടിരുന്നാലും കൊന്ത ഞാൻ ഒരിക്കലും ചെല്ലായിരുന്നു. ഇപ്പം എവിടെ പോയാലും ജപമാല എടുക്കാനും കൊന്ത ചെല്ലാനുള്ള വലിയൊരു അനുഗ്രഹം കിട്ടി. പിന്നെ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ആ പ്രതിസന്ധിയിലെല്ലാം ഞാൻ വചനം എടുത്ത് വായിക്കും. വചനത്തിൽ എനിക്കെല്ലാം നല്ലൊരു, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് വചനത്തിലൂടെ തെളിയിച്ചു തരും. അങ്ങനെ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മ വഴി യേശു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് അശ്വതി. ഞാൻ തൊടുപുഴയിൽ നിന്നുമാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പണ്ട് എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും. എന്നാൽ എനിക്ക് അതിനുള്ളൊരു ആക്സസ് ആ സമയത്തുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് എനിക്ക് സോനയെ സുഹൃത്തായി കിട്ടുകയും നേഴ്സിംഗ് പഠനകാലത്ത് സുഹൃത്തായി കിട്ടുകയും സോന വഴി എനിക്ക് കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും സാധിച്ചു. പിന്നെ ഞങ്ങൾ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ ജർമ്മനാണ് പഠിക്കാൻ തിരഞ്ഞെടുത്തത്. എന്നാൽ ആദ്യം ഞാൻ ജർമ്മൻ എളുപ്പമാണെന്ന് ഓർത്ത് ഞങ്ങൾ ഇരുന്നു. എൻ്റെ കഴിവിൽ ഞാൻ സ്വയം വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതി. പിന്നീട് ഉടമ്പടി ജർമ്മൻ എക്സാം ഫെബ്രുവരിയിലാണ് എഴുതിയത്. 2024 ഫെബ്രുവരിയാണ് എഴുതിയത്. 2024 മാർച്ച് 11 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 3 മൊഡ്യൂളിന് പാസ്സായി. എന്നാൽ ലേസന് ഞാൻ പാസ്സായില്ല. പക്ഷേ അപ്പോഴും എനിക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതെനിക്ക് കിട്ടും, എന്തായാലും കിട്ടും, എൻ്റെ കഴിവ് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടുമെന്നൊരു അഹങ്കാരം എന്നിൽ വന്നപ്പോൾ ഞാൻ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പി തുടങ്ങി. അങ്ങനെ എനിക്ക് കൊച്ചിയിൽ ഡേറ്റ് കിട്ടി, എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എക്സാം എഴുതാൻ വന്നവർ ഞാനൊഴികെ എല്ലാവരും അന്ന് എക്സാം എഴുതി. ഞാൻ മാത്രം എക്സാം എഴുതാതെ തിരിച്ചു പോരേണ്ടി വന്നു. എൻ്റെ രജിസ്റ്റർ നമ്പറിൽ ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ അവർ തിരിച്ചു വിട്ടു. അന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു നെഗറ്റീവ് എഫക്റ്റായിരുന്നു അത്. അങ്ങനെ ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സോനയെ വിളിച്ചു. അപ്പോൾ സോന എന്നോട് പറഞ്ഞു, നീ ഉടമ്പടിയിൽ ഉഴപ്പിയത് കൊണ്ടായിരിക്കും മാതാവ് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത്. നീ അടുത്ത ആഴ്ച തന്നെ ഉടമ്പടി പോയി പുതുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച തന്നെ ഉടമ്പടി വന്ന് പുതുക്കി. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സിൻ്റെ ഇടയിൽ ഇവിടെ ഇരുന്നപ്പോഴാണ് എന്നെ തിരുവനന്തപുരം ഗോയിത്തയിൽ നിന്നും അവിടുത്തെ HOD വിളിക്കുന്നത്. എനിക്ക് ഡേറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. അതെൻ്റെ ജീവിതത്തിൽ മാതാവ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് വളരെ ടഫായിരുന്നു. എന്നാലും ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ ഫോണിലാണ് ഞാൻ ഇൻ്റർവ്യൂ കൂടിയത്. എൻ്റെ ഫോണിൻ്റെ ചുറ്റും വിതറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പാസ്സായി. പിന്നെ ഞങ്ങൾക്ക് വിസയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. വിസയ്ക്ക് ഡേറ്റ് കിട്ടാനും വിസ കിട്ടാനുമായിട്ട് ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവ് ആ തടസ്സങ്ങളെല്ലാം മാറ്റി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു.
പിന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 ഇയർ വാലിഡിറ്റി ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈവൻ ഞങ്ങൾക്ക് വാലിഡിറ്റിയിൽ പ്രശ്നമുണ്ടായിട്ട് പോലും, നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ വിസ ലഭിച്ചു. മാതാവിന് ഒരുപാട് കോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. യെശയ്യാ 43:2-3 തിരുവചനങ്ങൾ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. സോനയും അശ്വതിയും മക്കളുടെ ജർമ്മൻ ഭാഷാ പഠനവും ജർമ്മനിയിലേക്കുള്ള യാത്ര പ്രോസസ്സും അതിൻ്റെ കാര്യങ്ങൾക്ക് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെയും വഴി നടത്തലുകളെയുമാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. സോന വളരെ ശക്തമായ ഭാഷയിൽ നമ്മോട് സൂചിപ്പിച്ചു, എനിക്ക് തിരിച്ചടികൾ ഒത്തിരി ഉണ്ടായി. ഒരിക്കൽ പോലും ഞാൻ അമ്മയുടെ സംരക്ഷണത്തെയും സഹായത്തെയും സംശയിച്ചിട്ടില്ല. അശ്വതി പറഞ്ഞു, എനിക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ ഇടയ്ക്ക് എൻ്റെ കഴിവ് കൊണ്ട് നേടാനാകുമെന്ന് കരുതി ഉടമ്പടിയിൽ നിന്ന് ഞാൻ അല്പമൊന്ന് ഉഴപ്പി അതിൻ്റെ പരീക്ഷകളും താമസിക്കുവാനും ക്ലേശപൂർണ്ണമാക്കുവാനും കാരണമായെന്നും, ഉടമ്പടി ജീവിതം നമ്മൾ അമ്മ മാതാവിനോടൊപ്പം ചേർന്ന് സുരക്ഷിതമായി സന്തോഷത്തോടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നടത്തുന്ന ഒരു യാത്രയാണ്. അത് നമുക്ക് എല്ലാ തിരമാലകളും പെട്ടെന്ന് അണയുമെന്നല്ല, എല്ലാ കൊടുങ്കാറ്റും ശമിക്കുമെന്നല്ല, ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നമുണ്ടാവില്ല എന്നുമല്ല അതിനർത്ഥം. മറിച്ച് ജീവിതം കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയിലും കൂടെ ഒരു അമ്മയുണ്ടെന്നും ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ആത്മധൈര്യം നൽകുമെന്നും ഈശോ നമുക്ക് വേണ്ടി തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കിക്കൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നന്മയിലേക്കും മേന്മയിലേക്കും നയിക്കുമെന്ന ബോധ്യം നമുക്ക് ഉടമ്പടി കൈമാറിക്കൊണ്ടിരിക്കും. അതാണ് സോനയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. അവൾ 17 മാർക്ക് മേടിച്ച അടിപത്രിക വിഷയമാണ്. 2-3 ദിവസം കഴിഞ്ഞ് അവൾ എഴുതുമ്പോൾ 79 മാർക്ക് വാങ്ങി അതേ ചോദ്യം, അതേ ഉത്തരം അവൾ എഴുതി ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് അമ്മ മാതാവ് അത്ഭുതകരമായി അനുഗ്രഹമാക്കി മാറ്റിക്കൊടുക്കുന്നത്. ദൈവകരങ്ങളിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കഷ്ടകാലത്തും ദൈവത്തോട് കലഹിക്കാതെ, ദൈവത്തെ വിട്ടുപിരിയാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് എൻ്റെ കൂടെയുണ്ടെന്നും എന്നെ അവിടുന്ന് കാത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും വിധം എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്നും ഉറച്ച് വിശ്വസിച്ച് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്കത് കാറ്റും കോളും വല്ലാതെ ശാന്തമാകുന്ന, ജീവിതം സുരക്ഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നത് കാണാൻ പറ്റും. അശ്വതി പറയുന്നുണ്ട്, സോനയുടെ വാക്ക് കേട്ട് ഉടമ്പടി പുതുക്കുവാൻ ഞാനിവിടെ വീണ്ടും ഉടമ്പടി ജീവിക്കുവാൻ വേണ്ടി തീരുമാനിച്ച ദിവസം തന്നെ എൻ്റെ അമ്മ മാതാവ് എന്നെ കണ്ടു. ഗോയ്ത്തയിൽ എനിക്ക് പരീക്ഷയ്ക്കുള്ള ബ്ലോക്ക് മാറി, ഡേറ്റ് കിട്ടി. അന്ന് മുതൽ പിന്നീട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ സ്മൂത്തായി മുന്നോട്ട് പോകുവാൻ വഴികൾ ഒരുക്കി തന്നുവെന്ന്. അവസാനം അശ്വതി പറഞ്ഞു നിർത്തി, രണ്ടുപേരുടെയും ആ ഒരു വാലിഡിറ്റി പീരീഡ് തീരാറായി. അത് തീരാറായി വിസ കിട്ടുമോ എന്ന് വലിയ സംശയമായി. എങ്കിലും ഞങ്ങളുടെ കഴിവിനാലല്ല, രണ്ടുപേരും ആദ്യം പറയുമ്പോൾ മുഴുവനും പറയുന്നുണ്ട് കഴിവ് കൊണ്ട് നേടും ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെന്ന്. എന്നാൽ അവസാനം പറഞ്ഞു നിർത്തുന്നുണ്ട്, ഞങ്ങളുടെ വാലിഡിറ്റി തീർന്ന സമയത്ത് കഴിവുകൊണ്ട് നേടുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രം ഞങ്ങൾക്ക് 7ാമത്തെ പേജിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ 7 അക്കത്തിനേറെ പ്രാധാന്യമുള്ള അതേ പേജിൽ വിസ അടിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ വിദേശത്തേക്ക് അമ്മ കൊണ്ടുപോവുകയാണെന്ന്. പ്രിയമുള്ളവരെ, അമ്മയിൽ ശരണപ്പെട്ട എളിമയോട് നമുക്ക് വിശ്വസിക്കാം. അമ്മയുടെ കരങ്ങളിൽ സംശയമില്ലാതെ നിയോഗത്തെ സമർപ്പിക്കാം. ഏത് കടുകട്ടിയുള്ള വിഷയമാണെങ്കിലും അമ്മ മാതാവ് ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹം നേടിത്തന്നുകൊണ്ടിരിക്കും. സംശയിക്കാതെ സഹനകാലത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ നാം പുലർത്തുന്ന വിശ്വസ്തയുടെ അനുഗ്രഹത്തിൻ്റെ പേരാണ് ഉടമ്പടി വഴിയുള്ള ഓരോ സാക്ഷ്യവും. അമ്മയോട് പുലർത്തുന്ന സ്നേഹത്തിന് അമ്മ ഈശോയിൽ നിന്ന് നേടിത്തരുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് ഉടമ്പടി സാക്ഷ്യം. അതുകൊണ്ട് സ്നേഹം കൊണ്ട് നമ്മുടെ ആത്മാക്കൾ നിറയട്ടെ, വിശ്വസ്തത കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അനുതാപം കൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ
ഓരോ ദിവസവും അമ്മ മാതാവും ഈശോയും നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഉടമ്പടി ഫലമണിയുന്ന വിധം ഈ ലോകത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ഈ മക്കൾക്ക് ലഭിച്ച വിശ്വാസ ബോധ്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. തന്നെ കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച തിരുക്കുമാരനും മാതാവിനും കോടാനുകൂടി നന്ദി. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ കൂവപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ കുഞ്ഞാണ്. ഇവൻ്റെ പേര് ഇയാൻ സൈജു. ഇയാൻ എന്ന പേരിൻ്റെ മീനിങ് ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ദൈവം കരുണയുള്ളവനാണ് എന്നാണ്. 2018 ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉടമ്പടിയെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. 2018 തന്നെയായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് കൃപാസനത്തിലൊരു പത്രം കിട്ടി. അതിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അന്ന് ഞാൻ സാധാരണ ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉടമ്പടിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്കൊരു കുഞ്ഞ് പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളതായിരുന്നു. കാരണം ഹസ്ബൻഡ് ദുബായിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ നാട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ആ വർഷം തന്നെ 2018 ഡിസംബറിൽ ഹസ്ബൻഡ് വന്ന മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിന് വളർച്ചയില്ലാതെ അത് ബ്ലീഡിംഗ് ആയിട്ട് കുഞ്ഞ് പോയി. കാരണം എനിക്ക് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എനിക്ക് ഹസ്ബൻഡിനും ഒന്നിച്ച് ദുബായിൽ ജീവിക്കണം എന്നുള്ളത്. അത് 2019 ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് എന്നെ വിസിറ്റ് വിസയിൽ ഹസ്ബൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നത് ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡ് സ്റ്റാർട്ടായി. അങ്ങനെ എനിക്ക് തിരിച്ച് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എക്സാം എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് 2 വർഷത്തോളം ഗ്യാപ്പായി. അന്നത്തെ റൂൾ പ്രകാരം 6 മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം എഴുതണം. 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് നമുക്ക് പാടില്ല എന്നായിരുന്നു. അങ്ങനെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ഫലമായിട്ട് അവരവിടുത്തെ റൂൾസും കാര്യങ്ങളെല്ലാം മാറ്റി 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എക്സാം എഴുതാമെന്നുള്ള നിയമം അവിടെ വന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡേറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അങ്ങനെ ഞാൻ പഴയ ക്ലിനിക്കിൽ വർക്ക് ചെയ്തെടുത്തതും ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റും പേപ്പറും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി ഞാൻ കൊടുത്തു. ഞാനൊരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ട് അവർ അയച്ചു തന്നു. ആ PDF മാത്രം പഠിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ DHA പാസ്സായി. അതായിരുന്നു എനിക്ക് മാതാവ് തന്ന ആദ്യത്തെ അനുഗ്രഹം. എൻ്റെ രണ്ടാമത്തെ നിയോഗമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഒന്നിച്ച് ദുബായിലായിരുന്നു. അങ്ങനെ ഞാനും ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അതിനുശേഷം 2022 ഞാൻ നാട്ടിലൊന്ന് വന്നായിരുന്നു. എൻ്റെ അനിയത്തിമാരുടെ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് വന്നിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. കാരണം കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. തിരിച്ചു പോയി. ഉടമ്പടി ഞാൻ പുതുക്കോ പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തില്ല. കാരണം കോവിഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ 3 വർഷം സ്റ്റക്കായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്ന സമയത്ത് 2023 സെപ്റ്റംബറിൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായൊരു വയറുവേദനയും ഛർദി ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ ചെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് പോയ്സൺ ആയതാണെന്ന് ഞാൻ അങ്ങോട്ട് തന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ വേറെ ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. അവരെനിക്ക് പെട്ടെന്ന് വേദനയ്ക്കുള്ള മെഡിസിൻസും ഛർദിക്കുള്ള ഇഞ്ചക്ഷൻസും എല്ലാം തന്ന് 2 ദിവസം കൊണ്ട് ഞാൻ സ്റ്റേബിളായി. അന്ന് തന്നെ ഒബ്സർവേഷൻ കിടത്തിയിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു. 2 ദിവസം പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും അതുപോലെ തന്നെ എനിക്ക് വേദന സ്റ്റാർട്ടായി. ഭയങ്കരമായ വയറുവേദനയും ഛർദിയും വീണ്ടും തുടങ്ങി. അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ അവിടെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. രാത്രി തന്നെ ഹസ്ബൻഡ് എന്നെ ആയിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് തീരെ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എന്നെ എടുത്ത് കാറിൻ്റെ പുറകിൽ കിടത്തിയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നാണ് ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് അറിയുന്നത്. എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു, ഫുഡ് പോയ്സൺ ഒന്നും ആയിരുന്നില്ല. അപ്പോഴേക്കും ഉള്ള മെഡിസിൻസ് എല്ലാം എടുത്ത് എൻ്റെ ട്യൂബ് റപ്ചറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂബ് റപ്ചറായി എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട് ആണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ 2 മണിയായപ്പോൾ ചെന്നു. 4:30 ആയപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ സർജറിക്ക് കയറ്റി. അപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രം അവിടെ, വേറെ ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ല. രാത്രി ആയിരുന്നുകൊണ്ട് ഹസ്ബൻഡിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു എൻ്റെ വീട്ടിലോ ഒരിടത്തും ആരെയും ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുത്, എല്ലാം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി തന്നെ എന്നെ സർജറി ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എന്നെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും അറിയുന്നത്. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അതോടുകൂടി എനിക്ക് യാതൊരു മെറിറ്റും ഇല്ലാതെയായി. കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ല.
അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂബും കൂടെ നഷ്ടമായി. പിന്നെ എനിക്കൊരു ട്യൂബാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ഇയർ 2024 നവംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നില്ല, ആകെ 10 ഡേയ്സേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു മാസം ലീവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയത്ത് ആദ്യം തന്നെ ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് തീരുമാനിച്ചത്. കാരണം ഇതുവരെ ഞങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ദുബായിലെ സാഹചര്യം കൊണ്ട് ഹസ്ബൻഡിന് ജോലി പുള്ളി എങ്ങനെയെങ്കിലും ലീവ് ഒപ്പിച്ച് വരുമ്പം എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നു. ഇവിടുത്തെ നാട്ടിലെ തന്നെ ഒരു ഫേമസ് ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അങ്ങനെ അവിടെ പോയി ചെന്ന് ഡോക്ടറെ കണ്ട് എൻ്റെ ഹിസ്റ്ററി ഫുള്ള് കേട്ടപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ IVF ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നിനക്ക് സിംഗിൾ ട്യൂബാണ്, 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്ക് IVF ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് IVFന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. തരുവാണെങ്കിൽ നോർമലായിട്ട് മാതാവ് നല്ലൊരു കുഞ്ഞിനെ തരിക, അല്ലെന്നുണ്ടെങ്കിൽ IVF ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ ഒരു സ്റ്റാൻഡിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഡോക്ടർ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 4 മാസത്തേക്ക് നിങ്ങൾക്ക് മെഡിസിൻ തരാം, ഇഞ്ചക്ഷനും മെഡിസിനും തരാം. അത് കൊണ്ടുപോകും, നിങ്ങൾ കൊണ്ടുപോയിട്ട് 4 മാസത്തെ മെഡിസിൻ എടുത്ത് നോക്ക്. എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ, കുഞ്ഞായില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് വന്ന് IVF ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. മരുന്നെല്ലാം വാങ്ങിച്ചു, 4 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വന്നു. ഹസ്ബൻഡ് തിരിച്ച് ദുബായിലേക്ക് പോവുകയും ചെയ്തു. എനിക്കൊരു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 26-ാം തീയതി നവംബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. വീണ്ടും പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. കാരണം ആ 3 വർഷം ഞാൻ അവിടെ ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഉടമ്പടി പുതുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പുതിയ ഉടമ്പടി ഞാൻ എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പം എനിക്ക് അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിറങ്ങി വന്നപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് ആൾക്കാരെ ബ്ലെസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അച്ഛനെ കാണണമെന്ന്. ഞാൻ ഉടനെ അവിടെ പ്രേക്ഷിതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ പെട്ടെന്ന് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു, വേഗം പുറത്തിറങ്ങിപ്പോയി. ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്നു. എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവരെന്നോട് പറഞ്ഞു, ഹസ്ബൻഡും വൈഫും 2 പേരും ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലായി, കാരണം ഹസ്ബൻഡ് തിരിച്ചു പോയായിരുന്നു. അങ്ങനെ എനിക്കൊരു ഓപ്ഷനും ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ആ പുറത്തെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ, മാതാവേ നീ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ 5-ാം തീയതി തിരിച്ച് ദുബായിലേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് എനിക്ക് 23-ാം തീയതിയാണ് പീരിയഡ്സ് ആവേണ്ട ഡേറ്റ്. അതിൻ്റെ സെക്കൻഡ് ഡേ തൊട്ടാണ് ഞാൻ മെഡിസിൻ എടുത്ത് തുടങ്ങേണ്ടത്. അന്നേരം എനിക്ക് 21-ാം തീയതി മംസ് എന്ന അസുഖം വന്നു, മുണ്ടിനീര്. എനിക്കത് വന്നതുകൊണ്ട് അതിനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു മെഡിസിൻസും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ മംസ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടും എനിക്കിനി അതൊന്നും കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഓർത്ത്. എന്നാലും എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിമാരും എൻ്റെ ചേച്ചിയൊക്കെ ഉടമ്പടിയിൽ എടുത്തിട്ടുള്ളവരാണ്, അവരൊക്കെ ഉടമ്പടിയിലാണ്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ പത്രങ്ങളെല്ലാം ഞാൻ അവിടെ എൻ്റെ ഫ്ലാറ്റിലും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പോകണം, നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഇവിടെ നിന്നുള്ള വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മുണ്ടുനീര് വന്നതുകൊണ്ട് ഞാൻ മെഡിസിൻ എടുത്തില്ല. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, ഹസ്ബൻഡിനും വന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേരും സിക്കായി. അങ്ങനെ ആ മാസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ജനുവരി മാസമാണ്, പിന്നെ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ തൊട്ടേ എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ജനുവരി മാസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ജനുവരി 15-ാം തീയതി ഞങ്ങളുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ പറഞ്ഞു, മാതാവേ ഈ വെഡിങ് ആനിവേഴ്സറിക്കെങ്കിലും നീ എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഓർക്കുന്നത് ആ മാസം എന്തായാലും കാണത്തില്ല, കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് സുഖമില്ലായിരുന്നു, മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ എത്ര ഇതാണെങ്കിലും മാനസികമായിട്ട് കുറച്ച് ചിന്തിക്കുമല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് 23-ാം തീയതിയായി എനിക്ക് പീരിയഡ്സ് ആയില്ല. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല, ഒരു കാർഡ് വാങ്ങിച്ച് ആരും കാണാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. കാരണം എനിക്കിതിന് മുന്നേ ഇങ്ങനെ ട്യൂബിനകത്തായിട്ടുള്ളത് കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു, ഇനി അടുത്തതും ട്യൂബിനകത്താണ്, ആ ട്യൂബും കൂടെ നഷ്ടമാവുമല്ലോ. അങ്ങനെ ഞാൻ 26-ാം തീയതി തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവാണ്. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവരവിടുന്ന് സ്കാൻ എടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, യൂട്രസിൽ തന്നെയാണ് ഈ പ്രാവശ്യം, ഒന്നും പേടിക്കേണ്ട, ഒരു 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. അങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ തൊട്ട് 5-ാം മാസത്തെ സ്കാനിങ് വരെ ഞാൻ ദുബായിലാണ് ചെയ്തത്. അത് ഓരോ സ്കാനിങ്ങിനും ഓരോ ബ്ലഡ് ടെസ്റ്റിനും ഞാൻ പോകുന്ന സമയത്ത്
ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഞാനെടുത്ത് കുറച്ച് കഴിക്കും. പിന്നെ കുറച്ച് ഉടമ്പടി ഉപ്പെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിയും. ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതുകൊണ്ടേ ഞാൻ സ്കാനിങ്ങിന് പോവുള്ളൂ. അവിടെ ചെന്ന് അവരാരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ സ്കാൻ മെഷീൻ്റെ പുറത്ത് ഞാൻ ഉപ്പിടും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് ആ കിടക്കുന്ന ബെഡിൽ തന്നെ ഇട്ടിട്ടേ ഞാൻ അവിടെ സ്കാനിങ്ങിന് കിടക്കുകയുള്ളൂ. അങ്ങനെ ഓരോ സ്കാനിങ്ങും എനിക്ക് നോർമലായിരുന്നു, ഒന്നിലും ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കുഞ്ഞിൻ്റെ സെക്സ് പറയുമല്ലോ, അങ്ങനെ 5-ാം മാസത്തിൽ ഒരു ആൺകുഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം 7-ാം മാസം എനിക്കിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഭയങ്കര കൂടുതലായിട്ടായിരുന്നു. ഷുഗറും ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു. അങ്ങനെ ഷുഗറിന് എനിക്ക് 2 നേരം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവൻ. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഡോക്ടർ എന്നോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ ഡേറ്റ്. അതിനൊരു 2 വീക്സ് മുന്നേ ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ബർത്ത് വെയ്റ്റ് കൂടുതലാണ്, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ തീരുമാനമാണ്, നോർമൽ ഡെലിവറി നടക്കാൻ വളരെ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഡോക്ടറോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, C-സെക്ഷൻ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി C-സെക്ഷൻ ചെയ്ത് ഇവൻ 4 kg ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടി. കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ റിക്കവറി റൂമിലായിരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ അവരവിടെ വെറുതെ ഒബ്സർവേഷന് വേണ്ടി മാത്രം കിടത്തിയതാണ്. അമ്മയും അനിയത്തിമാരും ഒക്കെ ചെന്ന് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ അവരെടുത്ത് കൈ കൊടുത്തിട്ട് പറയും, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ, ഞങ്ങൾ മോളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ തിരിച്ചു തന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ തലവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒട്ടും കുറയുന്നില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് BP ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്, 170/100. കാരണം കുഞ്ഞുണ്ടായതിൻ്റെ ആ ഒരു എനിക്ക് ഉറക്കക്കുറവ്, വേദനയുടെ എല്ലാം പ്രശ്നങ്ങളും കൊണ്ട് എൻ്റെ BP ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ അവിടെ എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻസും മെഡിസിൻസും എല്ലാം എടുത്ത് എന്നെ അവിടെ കിടത്തിയിരുന്നു. 1.5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. 3 നേരം എനിക്ക് BPയുടെ മെഡിസിൻ എടുക്കാൻ പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ 3 ആഴ്ചയോളം ഞാൻ BP മെഡിസിനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച്, ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗറും BPയും പിന്നെ മാറത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഷുഗർ പൂർണ്ണമായിട്ടും കൺട്രോളായിരുന്നു. BPയും ആ 3 ആഴ്ചത്തെ മെഡിസിൻ കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് കൺട്രോളായി. ഒരു ദിവസം ഞാൻ 2 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചില്ല, മെഡിസിൻ കഴിക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ നോർമലായിരുന്നു BP. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പൂർണ്ണമായിട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാനും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും യാതൊരു കുഴപ്പവും ഇല്ല. ഇപ്പം അടുത്ത ആഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ എനിക്ക് 3ാമത് കിട്ടിയ അനുഗ്രഹം എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒരു ദിവസം നടക്കാൻ പോയ സമയത്ത് റോഡിലൊന്ന് വീണിട്ട് അമ്മയുടെ കൈ ചതഞ്ഞിട്ട് കൈക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നു. ഡോക്ടർ കുറേ മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടേലും മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. വന്നിട്ടും കുറച്ച് ദിവസം വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തനിയെ മാറിപ്പോയി. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അമ്മയ്ക്ക് വീണ്ടും ആ വേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്മ അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ഡെലിവറി എടുത്തിരിക്കുക, അപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ല, അപ്പം കുഞ്ഞിനെ ഒന്ന് കൈമാറാൻ പോലും ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി നേർന്നു. ഞാൻ പറഞ്ഞു, മാതാവേ, കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ കയറുമ്പം അമ്മയുടെ കൈയുടെ വേദന പൂർണ്ണമായിട്ട് സുഖപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേർന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മയാണ് ഇപ്പം കുഞ്ഞിനെ എന്നെ നോക്കുന്നത് ഫുൾ ടൈം. അമ്മ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ രാവിലെ 4 മണി തൊട്ട് അമ്മയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. ഇത്രയധികം അനുഗ്രഹങ്ങളാണ് മാതാവ് ഉടമ്പടി വഴിയായിട്ട് എനിക്ക് നടത്തി തന്നത്. പിന്നെ ഞാൻ ദുബായിലായതുകൊണ്ട് തന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കുറച്ച് പാടാണ്. എന്നാലും സാമ്പത്തികമായ സഹായമാണ് ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അതേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്നവർക്ക്, എൻ്റെ ബന്ധുക്കൾക്ക്, പുറത്തുള്ളവർക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായ സഹായം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ചോദിച്ചാലും ചോദിക്കാതെ തന്നെയും കണ്ടറിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ 5-ാം മാസത്തിൽ 5 മാസം കഴിഞ്ഞ് 6 മാസം തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു ഡെലിവറിക്കായിട്ട്. ആ വന്ന സമയം തൊട്ട് ഞാനിവിടെ പറ്റുന്ന അനാഥാലയങ്ങളിലൊക്കെ പോയി പൈസ കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. മാക്സിമം പള്ളിയിൽ പോകാനും പെട്ടെന്ന് കുമ്പസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ വന്ന ദിവസങ്ങൾ എനിക്ക് 9 മാസവും എനിക്ക് ഛർദിയായിരുന്നു. എന്നാലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്കും ഇടവകയിലുള്ളവർക്കും ഒക്കെ ഞാൻ പത്രം കൊടുക്കുകയും അവരോടെല്ലാം എൻ്റെ കാര്യം പറയുകയും, പിന്നെ ഞാൻ ആരെ കണ്ടാലും അവരോടെല്ലാം ഞാൻ പറയും, ഇതെനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് കിട്ടിയ കുഞ്ഞാണ്, ഇവന് യാതൊരു കുഴപ്പമില്ല, 7 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ കുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു.
സങ്കീർത്തനം 34:18. എല്ലാ മെറിറ്റും പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അതാണ് നമ്മൾക്ക് കാണുവാൻ സാധിച്ചത് ടിൻഡു മൈക്കിൾ എന്ന മകളുടെ ജീവിതത്തിൽ. ഒരു കുട്ടിയെ ലഭിക്കുവാനായിട്ട് 7 വർഷം കാത്തിരുന്ന ദമ്പതികൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഈശോയും മാതാവും തന്ന ഗിഫ്റ്റാണ് ഇവാൻ എന്ന മകൻ. ഇവാൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ്. ദൈവം കരുണയുള്ളവനാണ് എന്നാണ്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ ഇത്രയും നേരം ശ്രവിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിൽ ഈശോയും മാതാവും ചേർന്ന് കൊടുത്ത ഒരു വലിയ ഗിഫ്റ്റാണ് ഇവാൻ എന്ന പുത്രൻ. ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈശോയും മാതാവും ഒന്നിച്ചു ചേർന്ന് നടത്തി തരുന്ന ഉള്ളൊരു വലിയൊരു ഉദാഹരണമാണിത്. നമ്മളുടെ പ്രാർത്ഥന കേൾക്കാനായി, മനുഷ്യ മക്കളുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാതോർത്തിരിക്കുന്ന സ്നേഹനിധിയായ സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ഒരു മാതാവ്, ഒരു പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമുക്കുണ്ട്. അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും തക്ക സമയത്ത് അത് സാധിച്ചു തരികയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പിതാവ് അറിയുന്നുണ്ട്. എങ്കിലും ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു ജീവിതം ജീവിച്ചതും വിശുദ്ധ തൈലം എങ്ങനെയൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതെന്ന് നമ്മൾ കേട്ടു. വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാം. മാതാവിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നമ്മുടെ ജീവിതത്തിലും സാധിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടിൻഡു മിഖായലിൻ്റെ ജീവിതത്തിലും അവരുടെ അമ്മയുടെ സൗഖ്യവും ആ കൊച്ചുമകനെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനായി വീണ്ടും അവരുടെ ഉടമ്പടി ജീവിതം നല്ല രീതിയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈയടിച്ച് നമുക്ക് കർത്താവിനും ഈശോയ്ക്കും നന്ദി പറയാം.